Welcome to my channel Anyone Can Stitch. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ബോഡീസ് ആണ്. ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് ഒരു ഓർഡറിലാണ്, അതായത് മെഷർമെന്റ് തൊട്ട്. ഫാഷൻ ഡിസൈനേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ടൈലേഴ്സിനാണെങ്കിലും മെഷർമെന്റ് എടുക്കുന്നതിനും അതുപോലെ തന്നെ പാറ്റേൺ വരയ്ക്കുന്ന ഫോർമുലയിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരാറുണ്ട്. അതായത് യൂസ് ചെയ്യുന്ന മെത്തേഡ് വ്യത്യാസം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്ത് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് മെത്തേഡ് കണ്ടാലും മനസ്സിലാവാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകളാണെങ്കിൽ ആദ്യം തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ബോഡിയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ബേസിക് ബോഡീസ് ഉണ്ടാക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ബോഡി എന്ന് പറയുന്നത്. ഡാർട്ട് എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് ഡാർട്ട് വരെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് ഡാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ബോഡീസ് ചെയ്യുന്നതിനായിട്ട് ബേസിക് ബോഡീസിൽ ബാക്ക് ഡാർട്ട് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ഡാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്റ്റ് വിഡ്ത്ത് കണ്ടോ, നേരത്തെ ബസ്റ്റ് ലൈനിന്റെ ഇതിന്റെ ഹാഫ് ആണ് എടുത്ത്. ഇപ്പൊ നമ്മൾ ബസ്റ്റ് വിഡ്ത്ത് അത് എത്രയാണ് വരുന്നത്? എൻ്റെ വരുന്നത് 17.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബസ്റ്റ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ ബസ്റ്റ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 17.5 ഡിവൈഡഡ് ബൈ 2 8.75 ആണ് വരുന്നത്. ആ 8.75 ഞാൻ ബസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക. ബസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8.75 എന്നുള്ളത് ഏതൊക്കെ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ബസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, സ്മോൾ ഹിപ്പ് ലൈൻ. അതിനുശേഷം ഈ സ്മോൾ ഹിപ്പ് ലൈനിൽ നിന്ന് ബാക്ക് ഡാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ 3 സെന്റിമീറ്റർ താഴത്തോട്ട് വരയ്ക്കുക. സ്മോൾ ഹിപ്പ് ലൈൻ വരെ വരച്ചു. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സെന്റിമീറ്റർ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലൈൻ കിട്ടി. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ബസ്റ്റ് ഹൈറ്റ് ആണ്. ബസ്റ്റ് ഹൈറ്റ് എൻ്റെ വരുന്നത് 22 സെന്റിമീറ്റർ ആണ്. ബസ്റ്റ് ഹൈറ്റ് ഇങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ മെഷർമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ നെക്കിന്റെ ഈ ടിപ്പിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റ്, ബസ്റ്റിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് ബസ്റ്റ് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വരുന്നത് ഇപ്പോൾ ബാർബിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 എന്ന് പറയാം. ചെറിയൊരു ഡിപ്പുള്ള ആ പോയിന്റിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്രയാണെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യാം. അപ്പൊ എൻ്റെ വരുന്നത് 22 സെന്റിമീറ്റർ ആണ്. ഈ 22 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ലൈനിന്റെ ഈ ഭാഗം വരുന്നത്, ഇതിന് ഫസ്റ്റ് ലൈൻ ആണ് നെക്ക് ലൈൻ. ആ നെക്ക് ലൈനിന്റെ ഈ പോയിന്റ്, അതായത് ആ ഡിപ്പിന്റെ പോയിന്റ് ആണ്. അവിടെ തൊട്ട് ഈ ബസ്റ്റ് വിഡ്ത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്നത്, അവിടേക്ക് ഇവിടെ 0 പോയിന്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ മെത്തേഡ്. എന്നിട്ട് 22 എവിടെയാണോ വരുന്നത്, കണ്ടോ ഇവിടെയാണ് 22 വരുന്നത്, അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വരച്ചു കൊടുക്കുക. നെക്ക് ഡിപ്പിന്റെ അവിടെ 0 വെക്കുക. അതിനുശേഷം ഈ ലൈനിൽ നമ്മൾ 22 കണ്ടുപിടിച്ചതിന് ശേഷം വരച്ചു കൊടുക്കുക. നിങ്ങളുടെ എത്രയാണോ ബസ്റ്റ് ഹൈറ്റ് അത് ഈ ലൈനിൽ മീറ്റ് ചെയ്യുക. ഇപ്പൊ 24 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 24 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ വരെ വരയ്ക്കും. നിങ്ങളുടെ എത്രയാണോ ബസ്റ്റ് ഹൈറ്റ് വരുന്നത് അത് ഈ ലൈനിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബസ്റ്റ് പോയിന്റ് വരുന്നത്. ഈ പോയിന്റ് ഇതാണ് ബസ്റ്റ് പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്റ്റ് പോയിന്റിൽ നിന്ന് 2.5 സെന്റിമീറ്റർ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമ്മുടെ 3 ഡാട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 2 1.5 ഇവിടെ, 1.5 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിൽ നിന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ബാക്കിൽ ബസ്റ്റ് ലൈനിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൽ നിന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 സെന്റിമീറ്റർ സ്മോൾ ഹിപ്പ് ലൈനിൽ നിന്ന് 3 സെന്റിമീറ്റർ താഴെയുള്ള ഇടത്തേക്കും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ആയിട്ട് ഫ്രണ്ടിലത്തെ കിട്ടി. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ 2.5 സെന്റിമീറ്റർ ആണ് നമ്മൾ താഴോട്ട് ഇറക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഡാട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഷോൾഡറിൽ ഡാട്ട് ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മൾ ബസ്റ്റ് ഡാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഡാട്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഷോൾഡർ ഡാട്ട നമുക്ക് ആദ്യം വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ,
അതായത് മുന്നത്തെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ വരെ ചെയ്തതിന് ശേഷം ചെയ്യുക. അപ്പോൾ എൻ്റെ 13 ആണ് വരുന്നത്. ഇതാണ് എൻ്റെ ഷോൾഡർ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ പോയിന്റിന് 2.5 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാണ്. 2.5 സെൻറ്റിമീറ്റർ. ഇതിന് ശേഷം ഈ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് എഗെയിൻ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ പോയിന്റ് ആയിട്ടുള്ള 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ 2.5 സെൻറ്റിമീറ്ററിൻ്റെ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഇതിൽ നിന്ന് നമ്മുടെ ബെസ്റ്റ് പോയിന്റിലേക്ക് ലൈൻ കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ ലൈനും കൂടെ വരയ്ക്കാറുണ്ട്. ഇതും കൂടെ വരയ്ക്കുക. ഞാൻ പതുക്കെ നെക്കിൻ്റെ മാച്ച് കളയുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ബോഡീസിൽ നമ്മുടെ ഷോൾഡർ എവിടെയാണോ പോയിന്റ് മീറ്റ് ചെയ്യുന്നത് അവിടുന്ന് 2.5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം എഗെയിൻ 4 സെൻറ്റിമീറ്റർ ഈ ഷോൾഡർ ലൈനിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിഡിലായിട്ടുള്ള 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യാനാണ് പോകുന്നത്. കറക്റ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ ഡാട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ ഷോൾഡർ ഡാട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബസ്റ്റ് ഡാട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഇത് വരുന്നില്ല, ഇത് ബസ്റ്റ് ലൈൻ ആണ്, ഇത് വേസ്റ്റ് ആണ്. ഇത് എത്രയാണെന്നുള്ളത് മെഷർമെൻറ്റ് നോക്കുക. 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇതിൻ്റെ ബസ്റ്റ് ലൈൻ ടു വേസ്റ്റ് ലൈൻ നമുക്ക് 15 സെൻറ്റിമീറ്റർ ആണ്. ഈ 15 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 എത്രയാണെന്ന് നോക്കുക. 15 ഡിവൈഡഡ് ബൈ 2 7.5. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 7.5. എന്താ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഹാഫ് എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ 7.5 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ ഡാർട്ട് ചെയ്തു. ഇനി നമ്മൾ ബെസ്റ്റ് ഡാർട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡാർട്ട് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് ബെസ്റ്റ് ഡാർട്ട് കിട്ടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ഹാഫിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക സിസർ വെച്ചിട്ട്. ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്, വരയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏകദേശം നടുവിലായിട്ട് എന്നിട്ട് ഈ ലൈൻ നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ലൈൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലൈൻ ജസ്റ്റ് ഈ ഇവിടെ വരെ കട്ട് ചെയ്തില്ലേ അതിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഈ ലൈൻ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ബസ് സ്റ്റാർട്ടിൽ വരുന്ന ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ എൻഡ് വരെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ വരെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഈ ലൈൻ അതായത് 4 സെൻറ്റിമീറ്റർ കഴിച്ചിട്ടുള്ള വരച്ചിട്ടുള്ള ഈ ലൈൻ ഇതുപോലെ ആക്കുക. അത് മേക്കോടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇവിടെ വരെ നമ്മൾ മടക്കി അതിനുശേഷം നമ്മൾ ഈ ഡാർട്ട് കണ്ടോ ഈ ലൈനിലേക്ക് നമ്മളിത് വെക്കാൻ പോവാണ്. കാണുന്നുണ്ടോ നമുക്ക്? അതായത് ഈ ലൈനിൽ നമ്മൾ ഇതിന് മടക്കിയതിന് ശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്യാണ് ഈ ഡാർട്ട്. കണ്ടോ, ഇതുപോലെ ഈ ലൈനിൽ കറക്റ്റ് ആക്കി കൊടുക്കുക. നന്നായി അമർത്തുക. കണ്ടോ, അപ്പോൾ ഇവിടെ കണ്ടോ ഗ്യാപ്പ് വന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ് ഡാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോസ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡാർട്ട് ക്ലോസ് ചെയ്ത്
വേറെ ഡാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ ക്ലോസ് ചെയ്തിട്ടുള്ള ഡാർട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടായത്, നമ്മുടെ ഷോൾഡർ ചെറുതായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്രയാണ് 13 തന്നെ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉള്ളിൽ പോയിട്ടുള്ള ഇത് കറക്റ്റ് ചെയ്യണം. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലൂടെ കടന്നു പോയിട്ട് ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. 13 വരണം. 1 2 3 4 ഉണ്ടോ, 4 സെൻറ്റിമീറ്റർ നമ്മളിവിടെ ഉള്ളിൽ പോയത് നമ്മൾ എക്സ്ട്രാ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കറക്റ്റ് ചെയ്യാണ് ഷോൾഡർ. നമ്മുടെ ഷോൾഡർ 13 പോയിന്റ് അഗെയിൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മുടെ ഫ്രണ്ട് അക്രോസ് ബാക്ക് അക്രോസ് ലൈനില്ലേ, നമ്മുടെ ഷോൾഡർ ആദ്യം മീറ്റ് ചെയ്തിരിക്കുന്ന ആ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഡൗട്ട് വരാണെങ്കിൽ ഒന്നും കൂടി എടുത്ത് വീഡിയോ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആവും. ഇനി നമുക്ക് അപ്പം നമ്മൾ ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്യുന്ന വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം ഈ ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ളതല്ലേ, അത് നമ്മൾ ഈ ബസ് ഡാർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. നമ്മുടെ ഡ്രസ്സ് കറക്റ്റായിട്ട് നമുക്ക് ബോഡിയിൽ ഫിറ്റായിട്ട് വരും. ഒട്ടും ബൾജ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ വെസ്റ്റ് പാർട്ട് കറക്റ്റ് ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ ഡ്രസ്സ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഷോൾഡറിൽ നിന്ന് 2.5 മാർക്ക് ചെയ്യുക, അതിനുശേഷം 4 മാർക്ക് ചെയ്യുക. അത് ആ 4 എന്നുള്ളതാണ് നമ്മുടെ ഷോൾഡർ ഡാർട്ട് വരുന്നത്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുള്ള ഷോൾഡർ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ ഈ ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്തോടുകൂടെ ബസ്റ്റ് ഡാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുക്കുക, ചെറിയ പേപ്പർ. നിങ്ങളിപ്പോൾ പാറ്റേൺ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഷീറ്റുകൾ, അപ്പോൾ അത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡാർട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പുതിയൊരു പേപ്പർ ഒരെണ്ണം ചെറുതെടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ഗ്ലൂ വെച്ചിട്ട്, സ്റ്റിക്ക് ഗ്ലൂ, സാധാരണ ഗ്ലൂ, എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ആക്കുക. അതിനുശേഷം ഈ ഭാഗത്തൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. നമുക്ക് ഈ പേപ്പറിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. ജസ്റ്റ് ഇങ്ങനെയാണ് പേപ്പർ ഇരിക്കുന്നത്, നമ്മൾ ഡ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നും വ്യത്യാസം വരാത്ത ഇവിടെ സ്ട്രൈറ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ബസ് ഡാർട്ടാണ് ഈ ആയിരിക്കുന്നത്. ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്തോടുകൂടി നമുക്ക് ബസ് ഡാർട്ട് ഓപ്പൺ ആയി കിട്ടി. ഇത് എത്രയാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ അപ്പം എത്രയാണോ ഓപ്പൺ ആയിട്ടില്ലേ നോക്കുക. എൻ്റെ വരുന്നത് 2.2 ആണ് വരുന്നത്. എൻ്റെ ഡാർട്ടിൻ്റെ വരുന്നത് 2.2 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിൽ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എത്രയാണ് 1.1 വരും. അത് മാർക്ക് ചെയ്യുക. ഈ ബസ് പോയിന്റിൽ നിന്ന് ഈ ലൈനിൽ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ലൈനിൽ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഡാർട്ട് വരുന്നത്. ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ലൈനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ആ ലൈനിലേക്ക് ഡാർട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം ഡാർട്ടല്ല, 2.5 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷമാണ് നമുക്ക് ബസ് ഡാർട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ ഈ ലൈനിൽ കൂടെ ഇവിടെ വരെയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ലൈൻ ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതുപോലെ മടക്കുക. അത് ഈ അറ്റം വരെ ചെയ്യാം. ഇവിടെ വരെ നമ്മുടെ ഡാർട്ട് വരുന്നുള്ളൂ. അവിടെ വരെ എടുക്കുക. അത് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ വരുന്ന ലൈൻ ഇവിടുത്തെ ഡാർട്ടിൻ്റെ ലൈനായിട്ട് വെക്കുക. കണ്ടോ ഇതുപോലെ ക്ലോസ് ചെയ്യുക. ഒരു സ്കെയില്, ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറ്, ഈ ലൈനിൽ ഒരു സ്കെയില് വെക്കാറുണ്ട്. ജസ്റ്റ് യൂസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാറുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇത്തിരി മടക്കാൻ എളുപ്പമായിരിക്കും. ഓൾറെഡി മടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മുടെ ബസ്റ്റിൻ്റെ ഇതിൽ പൊങ്ങിയിരിക്കും. കണ്ടോ ഈ ലൈൻ കറക്റ്റ് ആയത് കണ്ടോ. അപ്പോൾ നമ്മൾ ബസ്റ്റ് ഡാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് പാറ്റേണിൽ ചെയ്ത പോലെ തന്നെ ഞാനിത് ചുരിദാർ തുന്നാനായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഞാൻ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഞാൻ കുർത്തി ചെയ്യുമ്പോൾ എപ്പോഴും 1 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും
5 സെൻറ്റിമീറ്റർ ഒറിജിനൽ വരുന്നുണ്ട്. ഞാൻ ഇവിടേക്ക് കറക്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ഉള്ളിലാക്കിയിട്ട് ഞാൻ ചെയ്യാണ്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് ഡാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എനിക്കത് വലിയൊരു പ്രോത്സാഹനമാണ്. താങ്ക് യു.